ഹായ്. അപ്പം നമ്മൾ BGC 113 നമ്മുടെ മോഡേൺ യൂറോപ്യൻ ഡ്രാമയുടെ തേർഡ് ബ്ലോക്കായിട്ടുള്ള സാമുവൽ ബക്കറ്റിൻ്റെ വെയിറ്റിംഗ് ഫോർ ഗുഡ്വുഡിലേക്ക് കടക്കുകയാണ്. 1953 ഈ ഒരു പ്ലേ വരുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോർവീജിയൻ പ്ലേ ആയിരുന്നു, പിന്നെ ദ ഗോസ്റ്റ് എന്ന് പറയുന്നത്, പിന്നെ രണ്ടാമത്തത് ബ്രെറ്റ്ലെറ്റ് ബ്രച്ചിൻ്റെ ജർമ്മൻ പ്ലേ ആയിട്ടുള്ള ദ ഗുഡ് വുമൺ ഓഫ് സെച്ചുവൻ ആയിരുന്നു. ഇനി നമ്മൾ തേർഡ് ബ്ലോക്ക് ആയിട്ടുള്ള സാമുവൽ ബക്കറ്റിൻ്റെ വെയിറ്റിംഗ് ഫോർ ഗോഡോട്ടാണ്. അപ്പോൾ ബ്രെറ്റ്ലെറ്റ് ബ്രച്ച് എപ്പിക് തിയേറ്റർ എന്ന് പറയുന്നൊരു മൂവ്മെൻറ്റ് മുന്നോട്ട് വെച്ച പോലെ തന്നെ ഒരു തിയേറ്ററിക് ലിറ്റററി മൂവ്മെൻ്റ് ആയിട്ട് അബ്സേർഡ്, തിയേറ്റർ ഓഫ് അബ്സേർഡ് എന്ന് പറയുന്ന അബ്സേർഡിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് മുന്നോട്ട് വെക്കുന്ന ആളാണ് നമ്മുടെ സാമുവൽ ബക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ഈസ് തിയേറ്റർ ഓഫ് അബ്സേർഡിറ്റി? ഈ ഒരു സംഭവം, ഈ ഒരു അബ്സേർഡിറ്റി എന്ന് പറയുന്ന സംഭവമാണ് നമ്മൾ തേർഡ് ബ്ലോക്കിലും ഫോർത്ത് ബ്ലോക്കിലും എഴുതുന്നുണ്ട് കേട്ടോ. ഇനി നമ്മുടെ നെക്സ്റ്റ് ബ്ലോക്ക് ആയിട്ടുള്ള യൂഗീൻ യുനെസ്കോയുടെ റൈനോസേഴ്സ്, അയാളൊരു റൊമാനിയൻ ഫ്രഞ്ച് റൈറ്ററാണ്. അയാളുടെ റൈനോസേഴ്സും ഈ ഒരു ജോണറിൽപ്പെട്ട ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഒരു പ്ലേ ആണ് വരുന്നത്. അതേപോലെ തന്നെ ഐറിഷ് പ്ലേ റൈറ്റാണ് സാമുവൽ ബക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം 1906 അദ്ദേഹം ജനിക്കുന്നത്. ഡബ്ലിനിലാണ്, അയർലൻഡിൽ ഡബ്ലിനിലാണ് അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹം ഒരുപാട് പ്ലേകളും അതേപോലെ പോയംസൊക്കെ എഴുതിയിട്ടുണ്ട്, നോവൽസൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് അദ്ദേഹത്തിൻ്റെ ഒരു ഐക്കോണിക് പ്ലേ ആണ്. അപ്പോൾ അദ്ദേഹത്തിന് നോബൽ പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ട് 1969. 1989 ആണ് അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫ് സ്പാന്. 1953 വെയിറ്റിംഗ് ഫോർ ഗോഡോട്ട് എഴുതുന്നത്. അപ്പോൾ ഈ ഒരു ഡ്രാമ പോർട്രേ ചെയ്യുന്നത് അബ്സർഡിറ്റി ഓഫ് ഹ്യൂമൻ ലൈഫാണ്. ഇല്ലോജിക്കൽ ആയിട്ടുള്ള, മീനിങ്ലെസ് ആയിട്ടുള്ള ഒരു സംഭവം. അതായത് ഡെലിബറേറ്റ്ലി മനുഷ്യനെ അല്ലെങ്കിൽ ഓഡിയൻസിനെ കൺഫ്യൂസിങ് ആക്കാനുള്ള ആക്ഷൻസും ഡയലോഗ്സും ആണ്. അതായത് ഈ ആക്ഷൻസിനൊന്നും ഒരു കണ്ടിന്യൂവേഷൻ ഉണ്ടാവില്ല. ഇത് തുടങ്ങുന്ന രീതിയിൽ തന്നെ ഇത് അവസാനിക്കുകയും ചെയ്യും. ഇത് എവിടെയാണ് ബിഗിനിങ്, എവിടെയാണ് എൻഡ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത് ഒരു 2 ആക്ട് പ്ലേ ആണ്. ഇതിനൊരു സമ്മറി ഒക്കെ ഉണ്ട്. പക്ഷെ ഇത് ആക്ച്വലി ഇതിന് കൂടുതൽ വരുന്നത് ഒരു ഇന്നർ മീനിങ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സമ്മറി എന്ന് പറയുന്നതിനേക്കാളും ഇത് എന്താണ് നമ്മുടെ ഈ ഒരു പ്ലേ റൈറ്റ് ഇൻറ്റൻറ്റ് ചെയ്തത് എന്നുള്ളതാണ് ഇത് പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. അതാണ് തിയേറ്റർ ഓഫ് അബ്സർഡിറ്റി എന്ന് പറയുന്ന സംഭവം വരുന്നത്. നമുക്ക് അബ്സർഡിറ്റി എന്ന് പറഞ്ഞാൽ അറിയാം, യാതൊരു വിധ മീനിങ്ലെസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇല്ലോജിക്കൽ ആയിട്ടുള്ള കാര്യമാണ് അബ്സർഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഡയലോഗ്സ് ഒന്നും യാതൊരുവിധ കണക്ഷൻ ഇല്ല. അതേപോലെ സീനിൻ്റെ കണ്ടിന്യൂഷനും കാണുമ്പോൾ നമുക്ക് ഇതെന്താ ഇങ്ങനെയും തോന്നും. വളരെ 4 ക്യാരക്ടേഴ്സേ വരുന്നുള്ളൂ. പിന്നെ വെയിറ്റിംഗ് ഫോർ ഗോഡോട്ടാണ് മെയിൻ ക്യാരക്ടർ എങ്കിലും ഗോഡോട്ട് ഒരിക്കലും ഇതിൽ അപ്പിയർ ചെയ്യുന്നില്ല. ഗോഡോട്ടിന് ഈ ഒരു മെയിൻ ആയിട്ടുള്ള പ്രൊട്ടോഗണിസ്റ്റുകൾ ഗോഡോട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തുടക്കവും വെയിറ്റ് ചെയ്തതാണ്, അവസാനിക്കുന്നതും വെയിറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ എന്നുള്ള രീതിയിലാണ് ഫസ്റ്റ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ആക്ച്വലി നമ്മൾ എക്സാമിന് എഴുതുമ്പോൾ, അതായത് ഗോഡോട്ട് എന്ന് പറയുന്നതിന് ദൈവം എന്ന രീതിയിലാണ് ഇതിൽ സാമുവൽ ബക്കറ്റ് ചിത്രീകരിച്ചിട്ടുള്ളത്. അപ്പോൾ മനുഷ്യൻ ദൈവത്തിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വെയിറ്റ് ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ വരുന്നു, അതായത് എപ്പോൾ വരും, എവിടെ വരും, എങ്ങനെ വരും, വന്നാൽ എന്ത് ചോദിക്കണം എന്നൊന്നും ഇതിലെ ക്യാരക്ടേഴ്സിന് ഒരു ഐഡിയ ഇല്ല. അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പൊതുവെ മില്യൺസ് ഓഫ് പീപ്പിൾ മനുഷ്യന്മാരെല്ലാം വേൾഡിൽ ദൈവത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളാണെങ്കിലും ദൈവം എന്ന കൺസെപ്റ്റ് മുന്നിൽ വെച്ച് തന്നെയാണ് ജീവിക്കുന്നതും. നമ്മുടെ മരണശേഷവും നമ്മൾ ദൈവം എന്ന കൺസെപ്റ്റിലേക്ക് അല്ലെങ്കിൽ ദൈവത്തെ കാണാൻ വേണ്ടി നമ്മൾ മടങ്ങുന്നു. അപ്പോൾ അതേപോലെ തന്നെ എന്നാൽ ഈ കൺസെപ്റ്റൊക്കെ വളരെ മീനിങ്ലെസ് ആണ്. അല്ലെങ്കിൽ മനുഷ്യർ വെറുതെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു. ഒരു ഫെയ്ത്ത് അല്ലെങ്കിൽ ഒരു വിശ്വാസം, ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് മീനിങ്ലെസ് ആയിട്ട് എന്തൊക്കെയോ ചെയ്യുന്നു, എന്തിനൊക്കെയോ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, എന്നാൽ ഒന്നിനും ഒരു തുടക്കമോ ഇല്ല ഒടുക്കവും ഇല്ല എന്ന രീതിയിലൊക്കെയാണ് ഈ ഒരു കഥ പോകുന്നത്. അങ്ങനെയാണ് ഇതിൽ ദൈവം എന്ന സങ്കല്പത്തിനെ തന്നെ ക്രിട്ടിസൈസ് ചെയ്യുന്ന രീതിയിലാണ് ആക്ച്വലി ഇത് മുന്നോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ഈ ഒരു പ്ലേ എക്സ്പ്ലോർ ചെയ്യുന്നത് ഈ പറയുന്ന പോലെ ഈ ഒരു അബ്സർഡിറ്റി മൂവ്മെൻറ്റും അതേപോലെ തന്നെ എക്സിസ്റ്റൻഷ്യലിസവും അതേപോലെ ഹ്യൂമൻ കണ്ടീഷനാണ്. അതായത്
മനുഷ്യൻ എന്താ പറയുക മീനിങ്ലെസ് ആയിട്ട് ഇങ്ങനെ പല രീതിയിൽ സംഭവങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നതിനെ കുറിച്ചും മാത്രമാണ് ഇത് ഈ ഒരു സംഭവം കടന്നു പോകുന്നത്. അപ്പോൾ ഈ ഒരു സാമുവൽ ബക്കറ്റിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ അയാളുടെ ഒരു അക്കോർഡിംഗ് ടു സാമുവൽ ബക്കറ്റ് എന്താണ് മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് ദൈവത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് എന്നാൽ മീനിങ്ലെസ് ആയിട്ട് ഇല്ലോജിക്കലായിട്ട് അത് തുടങ്ങിയ പോലെ തന്നെ അവസാനിക്കുന്നു, ഒടുങ്ങിപ്പോകുന്നു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ആകെ 2 ആക്റ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പം 2 ആക്റ്റിലും ഒരു മരമുണ്ട്. ആ മരം ഇതിലൊരു സിഗ്നിഫിക്കൻ്റ് റോൾ വഹിക്കുന്നുണ്ട്. ഫസ്റ്റ് ആക്റ്റിൽ മരം വരുമ്പോൾ അതിൽ ഇലകളോ കാര്യങ്ങളോ ഒന്നുമില്ല, ഒരു ലൈഫ്ലെസ് മരമായിട്ടാണ് കാണുന്നത്. അപ്പം അതിനെ ഡെത്തിനെയും. രണ്ടാമത്തെ ആക്റ്റിൽ വരുമ്പോൾ മരത്തിൽ കുറച്ച് പച്ചിലകളൊക്കെ കാണുന്നുണ്ട്. അത് നമുക്ക് ഹോപ്പായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ നമ്മൾ സാമുവൽ ബക്കറ്റിനെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഹാപ്പി ഡേയ്സ് വാട്ട് എന്നുള്ളതൊക്കെ അദ്ദേഹത്തിൻ്റെ കുറച്ച് റൈറ്റിങ്സ് ആണ്. പിന്നെ അദ്ദേഹം ഒരു മിനിമലിസ്റ്റ് എക്സ്പെരിമെൻ്റൽ റൈറ്റിങ്ങിന് ഫോക്കസ് ചെയ്തിരുന്ന ആളാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു അദ്ദേഹം നൊബേൽ പ്രൈസ് വിന്നറാണ് എന്നുള്ളത്. പിന്നെ പ്രധാനമായിട്ടും ഇതൊരു അബ്സേർഡിറ്റി, ഇത് തിയേറ്റർ ഓഫ് അബ്സേർഡിറ്റി മൂവ്മെൻറ്റിന് തുടക്കം കുറിച്ച ആളാണ് എന്നുള്ളത് നമ്മൾ പ്രത്യേകം പറയണം. പിന്നെ എന്താണ് അബ്സേർഡിറ്റി എന്നുള്ളത് പറയണം. അപ്പോൾ പിന്നെ അബ്സേർഡിറ്റി ഓഫ് ഹ്യൂമൻ ലൈഫ് യൂസിങ് ഇല്ലോജിക്കൽ, മീനിങ്ലെസ് ആൻഡ് ഡെലിബറേറ്റ്ലി കൺഫ്യൂസിങ് ആക്ഷൻസ് ആൻഡ് ഡയലോഗ്. ദിസ് ഹാസ് നോ suitable ബാക്ക്ഗ്രൗണ്ട്, കണ്ടിന്യൂവേഷൻ ആൻഡ് ആൻസർ ടു ദി ക്വസ്റ്റ്യൻസ്. ഇതൊരു കോമിക് ട്രാജഡിയാണ് എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. അതായത് നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരങ്ങളൊന്നും അതിലുണ്ടാവില്ല. അതേപോലെ ഇതിൻ്റെ സീൻസിനൊന്നും കണ്ടിന്യൂവേഷൻ ഉണ്ടാവില്ല. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊന്നും നമുക്കൊരു സ്യൂട്ടബിളായിട്ട് തോന്നിക്കൊള്ളണമെന്നില്ല എന്നുള്ളതൊക്കെയാണ് അബ്സർഡിറ്റി ആയിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതായത് വേൾഡ് വാറിന് ശേഷം നമ്മുടെ പ്രത്യേകിച്ച് വെസ്റ്റേൺ കൺട്രീസിലൊക്കെ അവിടുത്തെ റൈറ്റേഴ്സിനൊക്കെ ഒരു ഒരു ഫിയർ അല്ലെങ്കിൽ ഒരു ആകെ കൂടി ഒരു ഡെസ്പറേഷൻ, ഒരു ഹോപ്പ്ലെസ്നെസ് ഒക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങി. എല്ലാ കാര്യം ഒരു അൺസേർട്ടനിറ്റി ഫീൽ ചെയ്യാൻ തുടങ്ങി. അതായത് നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം വെസ്റ്റേണിൻ്റെ ഒക്കെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് അവർ ഇന്നക്ക് വേണ്ടി മാത്രമാണ് മാറ്റി ജീവിക്കുന്നത്. അവരിപ്പം ഒരു 5 ദിവസം ജോലി ചെയ്ത ബാക്കി 2 ദിവസം അവരത് അങ്ങോട്ട് അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്ത് ക്യാഷ് ഒന്നും അങ്ങനെ മാറ്റി വെക്കുന്ന സ്വഭാവം അവർക്ക് ഉണ്ടാവില്ല. അവർ വയസ്സായാലും അവരെ ഗവൺമെൻറ് ആയിട്ട് കൊടുക്കും. അത് കഴിഞ്ഞ് നമ്മൾ അടിച്ചു പൊളിച്ചാൽ ചിലപ്പോൾ നമ്മൾ എവിടെയെങ്കിലും കിടക്കേണ്ടി അത് വേറെ കാര്യം. അപ്പോൾ പക്ഷേ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് നമ്മൾ നോക്കുമ്പോൾ നമ്മളങ്ങനെ ഭയങ്കരമായിട്ടുള്ള വേൾഡ് വാഴ്സും കാര്യങ്ങളൊന്നും വല്ലാണ്ട് ഫേസ് ചെയ്തിട്ടില്ല. പക്ഷേ ഇവരൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ഫേസ് ചെയ്തവരായതുകൊണ്ട് തന്നെ അവർ ഒരുപാട് ഇങ്ങനെ ഒരു ലോങ് ആയിട്ട് കാര്യങ്ങൾ എടുത്തു വെക്കുന്ന ഒരു ആൾക്കാരൊന്നല്ല. അപ്പോൾ അതേപോലെ തന്നെ അപ്പോൾ ഈ ഒരു റൈറ്റേഴ്സിനൊക്കെ ഒരു തരം ഹോപ്പ്ലെസ്നെസ്സും അവർക്കൊരു അൺസർട്ടനിറ്റിയൊക്കെ ഫീൽ ചെയ്തുകൊണ്ട് തന്നെ അവരുടെ റൈറ്റിങ്സിൽ അത് പ്രൊജക്റ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ ലൈഫിലുള്ള എല്ലാ കാര്യങ്ങളും ഒരു മീനിങ്ലെസ് ആണ് എന്നുള്ള ഒരു നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നു, എന്തൊക്കെയോ പ്രതീക്ഷിക്കുന്നു, എന്നാൽ ഒന്നോട്ട് സംഭവിക്കുന്നില്ല, ഒക്കെ വെറുതെ അങ്ങ് ഒടുങ്ങി പോവുകയാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് കഥ വരുന്നത്. അപ്പോൾ ഇനി നമ്മൾ സമ്മറിയിലോട്ട് കടക്കുകയാണ്. ഇതൊരു 2 acts പ്ലേ ആണല്ലോ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ സെറ്റിംഗ് എന്ന് പറയുന്നത് ഒരു സൈഡ് ഓഫ് എ ബാൻ റോഡാണ്. അതേപോലെ ഫസ്റ്റായിട്ട് നമ്മൾ പ്ലേ ആയതുകൊണ്ട് തന്നെ സ്റ്റേജിൽ കട്ടൻ പൊങ്ങുമ്പോൾ കാണുന്നത് ഒരു ലൈഫ്ലെസ് ആയിട്ടുള്ള ട്രീയും വ്ളാഡിമയർ ഈസ്ട്രജൻ, ഈ 2 മെയിൻ ക്യാരക്ടേഴ്സും അവിടെ ഉണ്ട്. അധികം ക്യാരക്ടേഴ്സ് ഒന്നുമില്ല. അപ്പോൾ വ്ളാഡിമയറും ഈസ്ട്രജനും അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അവർ 2 പേരും ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈസ്ട്രജൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതായത് ഇന്നലെ രാത്രി ഞാൻ എൻ്റെ സമയമെല്ലാം ചെലവഴിച്ചത് ഒരു കുഴിയിൽ കിടന്നുകൊണ്ടായിരുന്നു. അങ്ങനെ കുറേ ആൾക്കാർ വന്നുകൊണ്ട് എന്നെ ബീറ്റ് ചെയ്തു എന്നൊക്കെ ഈസ്ട്രജൻ പറയുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് അവർ പല പല കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വ്ളാഡിമയർ ആണ് മെയിനായിട്ടും ഗൊഡോട്ട് എന്ന് പറയുന്ന ഒരാളെ അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റിനെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈസ്ട്രജന് അവിടെ നിന്ന് ഭയങ്കരമായിട്ട് ബോറടിക്കുന്നുണ്ട്. ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ആൾ വരുന്നില്ല. അപ്പോൾ ഈസ്ട്രജൻ നമുക്ക് പോകാം ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. പക്ഷെ വ്ളാഡിമയർ പറയുന്നു നോ വരും എന്ന് പറഞ്ഞൊരു പ്രതീക്ഷ കൊടുത്തിട്ട്
പിന്നെ ആ ഒരു ഹോപ്പോട് കൂടി പിന്നെ ഈസ്ട്രജനെ കൂടി അവിടെ ഇങ്ങനെ നിർത്തുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആ സമയത്ത് പിന്നെ അവർക്ക് ഭയങ്കരമായിട്ട് ബോറടിച്ചിട്ട് ഈസ്ട്രജൻ പറയുകയാണ്, നമുക്ക് സമയം പോകാൻ വേണ്ടിയിട്ട് ഈ ട്രീയിലൊന്ന് തൂങ്ങി മരിച്ചാലോ എന്ന് പറയാണ്. അപ്പോൾ ആരാദ്യം തൂങ്ങണം എന്നുള്ള ഡിസ്കഷൻ അവിടെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ ഇതിൽ ഇങ്ങനെയൊക്കെയുള്ള അബ്സർഡിറ്റീസാണ് ഇതിലുണ്ടാവുക. അപ്പോൾ വ്ളാഡിമയർ പറയാണ് എന്താണ് തൂങ്ങണം എന്നിങ്ങനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറഞ്ഞപ്പോൾ വ്ളാഡിമയർ പറയണേ എനിക്കൊരു ഹോപ്പ് ഉണ്ട് ഗോഡോട്ട് വരും, അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ ഗോഡോട്ടിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഈസ്ട്രജൻ ഒരു ഭയങ്കര വിശപ്പൊക്കെ ഫീൽ ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ വ്ളാഡിമയർ ഒരു ക്യാരറ്റൊക്കെ കൊടുക്കുകയാണ്. പിന്നെ ആ ഒരു എന്താണ് സ്റ്റേജിലേക്ക് 2 ക്യാരക്ടേഴ്സ് എൻ്റർ ചെയ്യാണ്, പോസോയും ലക്കിയും. ഇവർ 2 പേരെയും സിഗ്നിഫൈ ചെയ്യുന്നത്, പോസോ എന്ന് പറയുന്നത് ഒരു ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിലെ പിന്നെ എന്താണ് ഒരു മുതലാളി ആയിട്ട് പോസോയും, ലക്കി എന്ന് പറയുന്നത് അയാളുടെ ഒരു സ്ലേവ് ആയിട്ടുമാണ്. അപ്പോൾ പോസോൻ്റെ കയ്യിൽ ഒരു എന്താണ് റോപ്പ് പിടിച്ചിട്ടുണ്ട്, അതിൻ്റെ ഒരു അറ്റം എന്ന് പറയുന്നത് ലക്കിയുടെ കഴുത്തിലുമാണ്. അപ്പോൾ ഒരു നായെപ്പോലെ അത്രയും തരം താഴ്ന്നാണ് എന്താണ് മുതലാളി തൊഴിലാളി വർഗങ്ങൾ തമ്മിലുള്ള ഒരു വ്യത്യാസമുള്ളതെന്ന രീതിയിലാണ് ചിത്രീകരിക്കുന്നത് കേട്ടോ. അപ്പോൾ പോസോ എന്ത് പറയുന്നു, പോസോ കുറച്ച് തടിച്ച് ഒരു മുതലാളിയുടെ ലുക്കൊക്കെ ഉണ്ട്. പോസോ എന്ത് പറയുന്നു അത് ലക്കി ചെയ്യും. അതല്ലാതെ ലക്കിക്ക് സ്വന്തമായി എന്തെങ്കിലും ചിന്തിക്കാനോ അയാളുടേതായിട്ടുള്ള എന്തെങ്കിലും ഒരു സ്പേസ് അയാൾക്കില്ല. അതുകൊണ്ട് തന്നെ എന്ത് പറയുന്നോ അതനുസരിച്ച് കണ്ടീഷൻ ചെയ്യപ്പെട്ട ഒരു സ്ഥിതിയിലാണ് ലക്കി ഉള്ളത്. അപ്പോൾ പോസോ പിന്നെ എന്താണ് കഴിക്കുന്ന ഫുഡിൻ്റെ വേസ്റ്റ് എല്ലും കഷ്ണമൊക്കെ കഴിക്കുന്നത് പിന്നെ ലക്കിയാണ്. അതേപോലെ പോസോയുടെ ഹെവി ബാഗ്സ് ഒക്കെ ക്യാരി ചെയ്തിട്ടുണ്ട്. പിന്നെ പോസോ പറയുന്നുണ്ട് ഞാൻ ഇവനെ മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കാൻ ഹൈ പ്രോഫിറ്റിന് വിൽക്കാൻ വേണ്ടി കൊണ്ടുപോകണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വ്ളാഡിമയർ ഈസ്ട്രജനും ഈ ഒരു പോസോൻ്റെ ഈ ഒരു കണ്ടീഷൻ കണ്ടിട്ട് ഭയങ്കരമായിട്ട് വിഷമം തോന്നുന്നുണ്ട്. അപ്പോൾ പോസോൻ്റെ കണ്ടീഷനല്ല ലക്കിയുടെ കണ്ടീഷൻ കണ്ടിട്ട് അപ്പോൾ പോസോ പറയുകയാണ് ലക്കി ഡാൻസ് കളിക്കൂ എന്ന് പറയാണ്. ജസ്റ്റ് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഡാൻസ് കളിക്കൂ എന്ന് പറയുമ്പോൾ ലക്കി ഡാൻസ് കളിക്കുകയാണ്. അപ്പോൾ ഡാൻസ് കളിക്കുന്നതിൻ്റെ ഇടയിലൊന്ന് ജസ്റ്റ് വീഴുന്നു. അപ്പോൾ വ്ളാഡിമയർ എന്ത് ചെയ്യും, ജസ്റ്റ് ഒരു ക്യാപ്പ് എടുത്തിട്ട് നമ്മുടെ ലക്കിയുടെ തലയിൽ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ലക്കി ചുമ്മാ കുറേ മോണോലോഗ്സ് വിളിച്ച് പറയുകയാണ്. അപ്പോൾ എന്താണ് എന്തൊക്കെയോ യാതൊരു ബന്ധമില്ലാതെ എന്തൊക്കെയോ ഡയലോഗ്സ് വിളിച്ച് പറയുകയാണ്. അപ്പോൾ വ്ളാഡിമയർ എന്ത് ചെയ്യുന്നു, ആ ഒരു എന്താണ് ക്യാപ്പ് തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. തിരിച്ചെടുത്തിട്ട് അപ്പോൾ ആ സമയത്ത് തന്നെ ലക്കി സൈലൻ്റ് ആവുകയാണ് ചെയ്യുന്നത്. പിന്നീട് പിന്നെ ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണ് അവരുള്ളത്. പിന്നെ അങ്ങനെ ആ ഒരു സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പോവുകയാണ് എന്നുള്ള രീതിയിൽ അവർ പോവുകയാണ്, ആ ഒരു സ്റ്റേജിൽ നിന്ന് പോവുകയാണ്. ഇവർ പിന്നെയും ഗോഡോട്ടിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഭയങ്കര ബോറടിച്ച് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഒരു ബോയ് എൻ്റർ ചെയ്യാണ്. ബോയ് വന്നിട്ട് ചോദിക്കുകയാണ്, പിന്നെ അല്ല ബോയിനെ കാണുമ്പോൾ വ്ളാഡിമയർ ഇങ്ങനെ എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയാണ് ഞാൻ ഗോഡോട്ട് പറഞ്ഞിട്ട് വരികയാണ്, ഗോഡോട്ട് ഇന്ന് വരില്ല നാളെ വരുള്ളൂ എന്ന് പറയണം. അപ്പോൾ വ്ളാഡിമയർ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയുന്നുണ്ട്. ഗോഡോട്ട് എങ്ങനെയാണ് ഇരിക്കുന്നത്, എവിടെയാണുള്ളത്, എന്താണുള്ളത് എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചോദിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അതൊന്നും ചോദിക്കണില്ല. അപ്പത്തിനേക്ക് ബോയ് അവിടെ നിന്ന് തന്നെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും, അവർക്ക് നാളെ വെയിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരികയാണ് അവിടെ. അപ്പോൾ അവർ പറയും എന്നാൽ ഇനി നമുക്ക് നാളെ കാണാം എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു ഫസ്റ്റ് ആക്ട് എന്ന് പറയുന്നത് അവിടെ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് രാത്രി വരില്ല എന്ന് പറഞ്ഞു, ഗോഡോട്ട് വിൽ നോട്ട് ബി അറൈവിങ് ടു നൈറ്റ് എന്ന് പറയുന്നത് നാളെയാണ് വരിക എന്ന് പറയുന്നു. അപ്പം അങ്ങനെ ആ ഒരു പിന്നെ ബോയ് ലീവ് ചെയ്യുന്നതോടുകൂടി ആ ഒരു ആക്ട് അവസാനിക്കുകയാണ്, കർട്ടൻ ഫാൾ ചെയ്യുകയാണ്. പിന്നെ സെക്കൻഡ് ആക്ട് തുടങ്ങുകയാണ്. സെക്കൻഡ് ആക്ട് വരുമ്പോൾ ഈ ഒരു മരത്തിന് ഒരു കുറച്ച് ഇലകൾ വന്നിട്ടുണ്ടാവും, ഒരു ഹോപ്പ് എന്നുള്ള രീതിയിൽ. വേറെ ഒന്നിനൊരു മാറ്റം ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ഇവർ ആദ്യം സ്റ്റേജിൽ കാണിക്കുന്നത് വ്ളാഡിമയറിനും ഈസ്ട്രജനും തന്നെയാണ്. അവരിങ്ങനെ വീണ്ടും ഇനിയിപ്പോൾ ഇന്ന് എന്തായാലും ഗോഡോ വരും എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ ഈസ്ട്രജന് കഴിഞ്ഞ ദിവസം നടന്ന ഒരു കാര്യം ഓർമ്മല്ല. പോസോനെ ലക്കിനെയും കണ്ടതൊന്നും ഓർമ്മല്ല. അപ്പോൾ അതിനെക്കുറിച്ച് ഇങ്ങനെ വ്ളാഡിമയർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവർ സമയം കൊല്ലാൻ വേണ്ടിയിട്ട് നമുക്ക് റോൾ പ്ലേ കളിക്കാം എന്ന് പറഞ്ഞിട്ട് ഒരാൾ പോസോ ആയിട്ടും ഒരാൾ ലക്കിയായിട്ടും ഇങ്ങനെ എന്താണ് റോൾ പ്ലേ കളിക്കുകയാണ്. പക്ഷേ കഴിഞ്ഞ രാത്രി നടന്ന കാര്യങ്ങളൊന്നും, അതായത് പോസോയും ലക്കിയും കണ്ട രാത്രിയല്ല കഴിഞ്ഞ ദിവസം നടന്ന കാര്യങ്ങളൊന്നും ഇവർക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ട്
പോസോയും ലക്കിയും എന്തൊക്കെ ചെയ്തു എന്തൊക്കെ പറഞ്ഞു എന്നുള്ള കാര്യങ്ങളൊന്നും പിന്നെ ഈസ്ട്രജന് ഓർമ്മയില്ലാത്തതുകൊണ്ട് വ്ളാഡിമിർ എല്ലാം പറഞ്ഞു കൊടുത്ത് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ആ ഒരു സ്റ്റേജിൽ പെട്ടെന്ന് തന്നെ ഇന്നലത്തെ പോലെ തന്നെ പോസോയും ലക്കിയും വീണ്ടും റീഅപ്പിയർ ആവുകയാണ്. പക്ഷെ ഇപ്രാവശ്യത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പോസോക്ക് പിന്നെ കണ്ണും കാണൂല, ലക്കി ആണെങ്കിൽ കംപ്ലീറ്റ്ലി പിന്നെ ഡംബുമാണ്, സംസാരിക്കാനും കഴിയില്ല. അപ്പോൾ ഇവർ എന്താണ് ലക്കീനോട് കഴിഞ്ഞ ദിവസത്തെ പോലെ ഡാൻസ് കളിക്കാൻ പറയുമ്പോഴാണ് ലക്കി ഡംബായി എന്ന് പറയുന്നത്. അപ്പോൾ ഇവർക്ക് ഭയങ്കര അത്ഭുതം തോന്നിട്ട് ദിവസം കൊണ്ട് എന്തെല്ലാം മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് എന്നുള്ളത് അവർ ചിന്തിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് എന്താണ് അവരിങ്ങനെ ഇയാൾ ബ്ലൈൻഡ് ആയിക്കോണല്ലോ പോസോ. അപ്പോൾ ബ്ലൈൻഡ് ആയപ്പോൾ തന്നെ അയാൾ ഇങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയിൽ വീഴുകയാണ്. അപ്പോൾ അയാളെ രക്ഷിക്കാൻ വേണ്ടി എന്നുള്ള രീതിയിൽ ലക്കി ചെല്ലുമ്പോൾ ലക്കി തട്ടി തടഞ്ഞ് വീഴുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ രണ്ടുപേരും ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് പറയാണ് വ്ളാഡിമിറോടും ഈസ്ട്രജനോടും. കാരണം ഞങ്ങളെ ഹെൽപ്പ് ചെയ്താൽ ഞങ്ങൾക്ക് വലിയൊരു എമൗണ്ട് ഓഫ് മണി തരാമെന്നൊക്കെ പറയാണ്. പക്ഷേ ഇവർ ഓക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യാം എന്ന് പറഞ്ഞാൽ ഹെൽപ്പ് ചെയ്യാണ്. പക്ഷെ ഇവർ ഹെൽപ്പ് ചെയ്യുന്ന അത്രയെങ്കിലും സമയം വെറുതെ ഒന്ന് പോയി കിട്ടുമല്ലോ. അപ്പോൾ അവർക്ക് അത്രയും ബോറടിക്കുകയാണ്. അപ്പോൾ ഒന്ന് പോയി കിട്ടുമല്ലോ എന്ന് കരുതിങ്ങാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അവർ ഹെൽപ്പ് ചെയ്യുമ്പോൾ അവരും വീഴുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ അത്രയും സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പോസോയും ലക്കിയും വീണ്ടും ആ ഒരു സ്റ്റേജിൽ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇവരിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇന്നലെ എൻ്റർ ചെയ്ത പോലെ തന്നെ ഒരു ബോയ് എൻ്റർ ചെയ്യാണ്. എൻ്റെ ബോയ് പറയാണ് ഇന്ന് രാത്രി വരില്ല, നാളെയും കൂടെ വരുള്ളൂ എന്ന് പറയാണ്. അപ്പോൾ വ്ളാഡിമിറിന് ഭയങ്കര റിപ്പീറ്റേഷൻ ഫീൽ ചെയ്യണം. അതെന്താ ചോദിക്കുമ്പോൾ ഇന്നലെ ഇതന്നെയല്ലേ പറഞ്ഞു ചോദിക്കുമ്പോൾ ഇന്നലെ വന്നിരുന്നത് എൻ്റെ ബ്രദറായിരുന്നു, ഞാനായിരുന്നില്ല, ഇന്ന് അവൻ പനി പിടിച്ച് കിടക്കുകയാണ് എന്നൊക്കെ പറയും. അപ്പോൾ ഗോഡോയെ കുറിച്ച് പിന്നെ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കുകയാണ്. ഗോഡോ എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഗോഡോക്ക് വെളുത്ത താടിയുണ്ടോ അല്ലെങ്കിൽ ഒരുപാട് ആടുകളുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ക്രിസ്ത്യാനിറ്റിയിൽ അവർ ഒരു ആട്ട് ഡേ അല്ലെങ്കിൽ യേശു എന്നുള്ളൊരു കൺസെപ്റ്റ് അനുസരിച്ചൊക്കെയാണ് ഇവിടെ പറഞ്ഞു തോന്നുന്നു ഗോഡ് എന്നുള്ള കൺസെപ്റ്റിനെ. അപ്പോൾ പിന്നെ അതൊക്കെ പോയി പറഞ്ഞിട്ട് എന്നാൽ നാളെ വരിക എന്നാൽ ശരി എന്ന് പറഞ്ഞാണ്ട് പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് ഇവർക്ക് ഭയങ്കരമായിട്ട് വീണ്ടും ബോറടിക്കുകയാണ്. എന്നിട്ട് അവർ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ് വ്ളാഡിമിർ നമുക്ക് തൂങ്ങി മരിക്കാം, ഈസ്ട്രജൻ പറഞ്ഞ് നമുക്ക് തൂങ്ങി മരിക്കാം. അതുകൊണ്ട് ഈസ്ട്രജൻ്റെ പിന്നെ അരയിലുള്ള എന്താണ് ഒരു പാനിൻ്റെ സ്ട്രിങ് എടുത്തിട്ട് അവർ തൂങ്ങി മരിക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അതെടുക്കുമ്പോൾ അത് എത്രത്തോളം സ്ട്രെങ്ത് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി അവർ വലിച്ചു നോക്കുമ്പോൾ പക്ഷെ അത് പൊട്ടും. അപ്പോൾ അവർ എന്താ പറയുക അതിന് അവർക്ക് പറ്റൂല. അപ്പോൾ അവർ പറയാണ് ഇനി നാളെ ഗോഡോ വരുമല്ലോ, അപ്പോൾ നാളെ നമുക്ക് തൂങ്ങി മരിക്കാം. അപ്പോൾ തൂങ്ങി മരിക്കുന്ന സമയത്ത് ഗോഡോ വന്ന് നമ്മളെ രക്ഷിച്ചോളും എന്നൊക്കെ അവർ പറയാണ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ഒരു ആക്ട് അല്ലെങ്കിൽ ഈ ഒരു ആക്ട് സെക്കൻഡ് ആക്റ്റും കൂടി കംപ്ലീറ്റ് ആയി. അങ്ങനെ കംപ്ലീറ്റ് പ്ലേ അവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇതിൽ വരുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ ജീവിതം പ്രവൃത്തി ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ലെന്നും ഒരു മീനിങ്ലെസ് ആയിട്ടുള്ള ലൈഫാണ്, അൺസർട്ടനിറ്റിയാണ് നമുക്ക് എപ്പോഴും ഉള്ളത് എന്നും ഉള്ള രീതിയിലാണ് ഇത് അവസാനിക്കുന്നത്. അതേപോലെ ഗോഡോട്ടിനെ ഗോഡ് എന്നുള്ളൊരു കൺസെപ്റ്റ് വെച്ചാണ് ചിത്രീകരിക്കുന്നത്. പിന്നെ വേൾഡ് മീനിങ്ലെസ് ആയതുകൊണ്ടാണ് ഇതിലെ ഡയലോഗ്സും അതേപോലെ ഒക്കെ ഒരു അബ്സേർഡായിട്ടും ഒരു കണക്ഷൻ ഇല്ലാതെ നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ ട്രീയെ ഞാൻ പറഞ്ഞു ഡെത്തായിട്ടും ഹോപ്പായിട്ടുമാണ് രണ്ട് റോളിൽ ട്രീയെ ഇതിൽ കാണുന്നത്. അപ്പോൾ ടൈം പാസിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയോ ചെയ്യുകയാണ്, അല്ലാതെ ലൈഫിന് വലിയ അർത്ഥമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പ്ലേ ഇവിടെ അവസാനിക്കുന്നത്. അപ്പോൾ ഹോപ്പ് യു ആർ കൺവിൻസിങ് ദിസ് പ്ലേ. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ കമൻറ്റ് ഇടുക കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത 4th പ്ലേ, അത് ഇതിലും കുറച്ചും കൂടി ചെറുതാണ്, നമുക്ക് പോകാം.